ഇതൊരു തിരഞ്ഞെടുപ്പിന്റെ കാലമാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന കാലം. ആ ചോദ്യങ്ങളിൽ ഏറ്റവും മുഴങ്ങിക്കേൾക്കുന്ന ചോദ്യം വീടെവിടെ എന്ന ചോദ്യമാണ്. സംസ്ഥാന സർക്കാർ ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്, സൈബർ സ്പേസ് ചോദിക്കുന്നുണ്ട്, ചില മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട്. വീടെവിടെ? ന്യായമായ ചോദ്യമാണ്. വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച മനുഷ്യന്മാർ 2 വർഷത്തോടെടുക്കുമ്പോൾ വീടെവിടെ എന്ന ആ ചോദ്യം ഉയരേണ്ടുന്ന ചോദ്യം തന്നെയാണ്. പക്ഷേ എന്റെ സംശയം, വീടെവിടെ എന്ന ആ ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് പ്രതിപക്ഷത്തോടാണോ അതോ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോടാണോ? ഞാൻ പറയും, ആ ചോദ്യം ചോദിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനോടാണ്. കാരണം ഞാനും നിങ്ങളും നമ്മളും ഒന്നിച്ചു നിന്ന് 778 കോടി രൂപ വയനാടിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചത് സംസ്ഥാന സർക്കാരിലാണ്. സംസ്ഥാന സർക്കാരിന്റെ CMDRFിലേക്കാണ് നമ്മൾ ആ തുക കൈമാറിയിട്ടുള്ളത്. ആ തുക വെച്ചിട്ട് ഈ 2 വർഷം എടുക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ എന്തെല്ലാമാണ് ചെയ്തിരിക്കുന്നത്? ദുരന്തമുണ്ടായി കൃത്യം 20 മാസമാകുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ച് ആ വീടുകളിൽ താമസിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും നിങ്ങൾക്ക് വയനാട്ടിൽ കാണിച്ചു തരാൻ കഴിയും? ഇല്ല. അപ്പോൾ നിങ്ങൾ പറയും, സംസ്ഥാന സർക്കാർ 178 വീടുകൾ കൈമാറിയില്ലേ? 178 വീടുകൾ കൈമാറുന്നൊരു ചടങ്ങ് നടത്തി. അത് PR-ന് വേണ്ടി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് PR-ന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷെ ആ 178 വീടുകളിൽ ഒന്നിലെങ്കിലും ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്നുണ്ട്? ഇല്ല. കാരണം മഹാഭൂരിപക്ഷ വീടുകളിലും ഇലക്ട്രിഫിക്കേഷൻ പൂർത്തീകരിച്ചിട്ടില്ല. ചില വീടുകളിൽ പ്ലംബിംഗ് ആക്ടിവിറ്റീസ് പൂർത്തീകരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ വീട്ടിൽ മനുഷ്യന്മാർ താമസിക്കുക? ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം വരെ വയനാട്ടിലെ സർക്കാർ കൈമാറിയ ഒരു വീട്ടിൽ പോലും ഒരാൾ പോലും താമസിക്കുന്നില്ല എന്ന കണക്ക് നിങ്ങൾ എത്ര പേർക്ക് മുന്നിൽ ഈ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്തിച്ചിട്ടുണ്ട്? ഇനിയും ഇതുവരെ നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടില്ലാത്ത, ഓഡിറ്റ് ചെയ്തിട്ടില്ലാത്ത ചില കണക്കുകളിലേക്ക് കിടക്കാം. വയനാട്ടിൽ ആകെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ സംഭാവന ചെയ്ത തുക 778 കോടി രൂപ. ആ 778 കോടി രൂപയിൽ സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിക്കുവാൻ വേണ്ടി മാത്രം ചെലവഴിക്കുന്ന തുക 299. അതായത് മിച്ചം 479 കോടി. അതിലേക്ക് കടക്കാം. ഈ 299 കോടി രൂപയ്ക്ക് വയനാട്ടിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുവാൻ കരാറ് കൊടുത്തിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ്. ഊരാളുങ്കൽ 299 കോടി രൂപയുടെ വയനാട്ടിലെ പുനർനിർമ്മാണ പാക്കേജ് കൊടുക്കുമ്പോൾ യാതൊരു വിധമായ ടെൻഡർ നടപടികളും പാലിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ അപ്പോഴൊന്നും ചോദിച്ചിട്ടില്ല, ഇതിനകത്ത് അഴിമതിയില്ലേ? എങ്ങനെയാണ് ടെൻഡർ ഇല്ലാതെ 299 കോടി രൂപ ഊരാളുകളിൽ കൊടുക്കുന്നതെന്ന ചോദ്യം നമ്മൾ ചോദിക്കാത്തത് ഒരു ദുരന്തത്തിന്റെ സമയത്ത് ചില ആളുകൾ സൂചിപ്പിക്കുന്നത് പോലെ ശവത്തിൽ നിന്ന് മോട്ടിക്കുന്ന പണി ഈ സർക്കാർ കാണിക്കില്ല എന്ന നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഇനി ആ കണക്കിലേക്ക് തന്നെ നമുക്ക് പോകാം. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? വയനാട്ടിൽ ആ ദുരന്തത്തിൽ മൊത്തം എത്ര മനുഷ്യന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നോ ആകെ എത്ര മനുഷ്യന്മാരെയാണ് കാണാതെ പോയതെന്നോ ഉള്ള കൃത്യമായ ഒരു കണക്ക് ഇന്നത്തെ ദിവസം വരെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ല. സംസ്ഥാന സർക്കാരിന്റെ കണക്കിൽ വയനാട്ടിൽ വീട് നഷ്ടമായ ആകെ ആളുകളുടെ എണ്ണം 487 ആ 487 പേരിൽ 85 ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന വീട് വേണ്ട, പകരം അതിനാവശ്യമായിട്ടുള്ള നഷ്ടപരിഹാര തുക നൽകിയാൽ മതി. അപ്പോൾ സംസ്ഥാന സർക്കാർ നിർമ്മിക്കേണ്ട വീട് 402. ഈ